വേറൊരു ചോദ്യം ചോദിച്ചിരുന്നത് ബ്ലസൻ തോമസ് ആണ് ഏറ്റുമാറുന്നത്. കാരണം സിനിമയിൽ ഗ്യാപ്പ് വന്നത്, ഇടയ്ക്ക് ഗ്യാപ്പ് വന്നല്ലോ, അത് സിനിമകൾ ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ ചോദിക്കാനുള്ള ഞങ്ങളുടെ ഒരു സെക്ഷൻ അത് തന്നെ ഞങ്ങൾ വിചാരിച്ചത്, സമയം ഇല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ ചെയ്യാണ്. അപ്പോ ഇടുക്കി ജിഷ്ണുവിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് വേണ്ടി എടുത്തത്. വെയിൽ സിനിമയിൽ ഉരുകത മറുകത സോങ് 30 മില്യൺ കാഴ്ചക്കാരെ ഇപ്പോ നേടിയിരിക്കുന്നത്. അത് 2006 സിനിമ റിലീസായത്. ഇത്രയും കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയ ഒരു സിനിമയും അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്ന സിനിമയും വെയിലിലെ പാട്ടും അതൊക്കെയാണ്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു വലിയൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇന്നിപ്പം എല്ലാം നോർമലൈസ് ആയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഇതേപോലെ ഒരു അവസരം വന്നാൽ ചെയ്യുമെന്നാണ് ജിഷ്ണുവിന് അറിയേണ്ടത്. എന്താ വെയില് പോലൊരു സിനിമ? വെയില് പോലത്തെ സിനിമയിലെ ഒരു ഗതയും മറുകതയും അതെ ഇഷ്ടാണ്, കുഴപ്പമില്ല. അപ്പൊ വേറൊരു ചോദ്യം ചോദിച്ചിരുന്നത് ബ്ലസൻ തോമസ് ആണ് ഏറ്റുമാറുന്നത്. ഇത്രയും കാലം സിനിമയിൽ ഗ്യാപ്പ് വന്നത്, ഇടയ്ക്ക് ഗ്യാപ്പ് വന്നല്ലോ, അത് സിനിമകൾ ഇല്ലാത്തതുകൊണ്ടാണോ? സിനിമകളില്ലാത്തോണ്ടല്ല, കുഴപ്പമില്ല. സിനിമകൾ എല്ലാ കാലത്തും സിനിമകൾ ഞാൻ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് ഇപ്പോഴും അതെ. ഇപ്പൊ ഈ കർണിക മൂവിട്ട് വരുമ്പോ ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണല്ലോ. അപ്പൊ ഇതിനകത്ത് പറയും പോലെ പ്രിൻസസിന്റെ ഡാർക്ക്നെസിന്റെ പ്രിൻസസ് ആണോ? അങ്ങനെ തോന്നിയോ? കണ്ടിട്ട് ട്രെയിലറൊക്കെ കണ്ടിട്ട് അടിപൊളി. ഉത്തരം പറയില്ല. അപ്പൊ കാണുമ്പോ രണ്ടൊരു ഫേസ് വരുന്നതിനകത്ത് ഒരാളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരാളും ഒരാൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ റേജ് ഫീൽ ചെയ്യുന്ന ഒരാളുമാണ്. അപ്പൊ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണോ അതോ മിസ്റ്ററി ത്രില്ലർ ആണോ, എന്താണ് സംഭവം?